ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അതും പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ വിമാനത്തിൽ. പക്ഷെ പലപ്പോഴും ഫ്ലൈറ്റ് നിരക്ക് അല്ലെങ്കിൽ വിമാന നിരക്ക് ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാം. ന്യൂസിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും സ്മാർട്ടായിട്ടും എങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതിനുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഓൾറെഡി നല്ല അടിപൊളിയായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ഉള്ളവരായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ഈ ഒരു ടിക്കറ്റ്, വിമാന നിരക്കിന്റെ ടിക്കറ്റ് കുറഞ്ഞ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കിട്ടും, അതിന് സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു എബീസ് വ്ലോഗ്. ഇതിലെ ആദ്യത്തെ ടിപ്പ് അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻകോഗ്നിറ്റോ ടാബ്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ടാബ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ടിക്കറ്റ് റേറ്റ് നോക്കാനായിട്ട് ഗൂഗിളിലോ സഫാരിയിലോ മറ്റേതെങ്കിലും ബ്രൗസറിൽ നമ്മൾ കൊച്ചി ടു ദുബായ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണ് ഡെസ്റ്റിനേഷൻ, അത് നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിനെ പറ്റിയിട്ട് അധികം അറിയാത്ത ആളുകളല്ല ആണെങ്കിൽ, അതല്ല നിങ്ങൾ അധികം ടെക്കി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കുക്കീസ് എന്നുള്ള ടൈം നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ മറ്റു കാര്യങ്ങളും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും നമ്മൾ ഇന്ന ഒരു റൂട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും താരതമ്യേന ആ ഒരു റൂട്ടിലേക്കുള്ള നിരക്ക് കൂടുതലായിട്ട് നമുക്ക് എടുത്തു കാണിക്കുകയും നമ്മളെ ആ ഒരു ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള വിൻഡോയിൽ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇൻകോഗ്നിറ്റോ ടാബ്, അതായത് ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ബ്രൗസറിന്റെ ഓപ്ഷൻസിൽ പോയിട്ട് നിങ്ങൾ ആ ഇൻകോഗ്നിറ്റോ ടാബ് ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ സഫാരി ബ്രൗസർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ടാബ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. പല ബ്രൗസറുകളുടെ ഇതിലും പ്രൈവറ്റ് വിൻഡോ അല്ലെങ്കിൽ ഇൻകോഗ്നിറ്റോ ടാബ് ഇങ്ങനെ പറഞ്ഞ ഓപ്ഷൻസ് വരിക. ആ ഒരു ടാബിൽ ചെന്നിട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ പോകേണ്ടതോ ഡെസ്റ്റിനേഷൻ, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മുടെ കുക്കീസ്, അതായത് നമ്മൾ നോർമൽ വിൻഡോയിൽ കാണുന്ന കുക്കീസ് ആ ഒരു പ്രൈവറ്റ് ടാബിൽ അവൈലബിൾ ആയിരിക്കില്ല. ആ ഒരു ടാബിൽ കാണിക്കുന്ന റേറ്റ് ആയിരിക്കും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് കിട്ടാം. നമ്മൾ ഒരുപാട് വട്ടം നമ്മുടെ നോർമൽ ടാബിൽ, നമ്മൾ വൈറ്റ് കളറിൽ സാധാരണ രീതിയിൽ കാണുന്ന ടാബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമാന കമ്പനികളോ ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷനുകളോ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഫ്ലൈറ്റ് നിരക്ക് കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള ഇൻകോഗ്നിറ്റോ ടാബ് അല്ലെങ്കിൽ പ്രൈവറ്റ് ടാബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിരക്കുകളിൽ വ്യത്യാസം വരികയും, അതായത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങളാണോ സെർച്ച് നടത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഡിസേബിൾ ആയിരിക്കും അങ്ങനത്തെ വിൻഡോയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടിക്കറ്റിന്റെ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഡേറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ദിവസം അല്ല, ഒരു പ്രത്യേക ദിവസം അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു റേഞ്ച്, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റിന്റെ റേഞ്ചിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഫ്ലൈറ്റിന്റെ സെർച്ചിനെ കൊണ്ടുപോകുന്നത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഗൂഗിളിലെ ഗൂഗിൾ ഫ്ലൈറ്റ്സോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്കൈ സ്കാനർ പോലെയുള്ള ഫ്ലൈറ്റിന്റെ റേറ്റ് കുറയാനുള്ള അപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡേറ്റ്, ഫ്ലെക്സിബിൾ ഡേറ്റ് ആണ് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേറ്റുകൾ സെലക്ട് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് പ്രൈസിന്റെ ഗ്രിഡ് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ ഫ്ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രൈസിന്റെ ഗ്രിഡും പ്രൈസ് റേഞ്ചും ഒക്കെ വരുന്ന പല പല ഓപ്ഷൻസും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം ഇന്ന ഡേറ്റിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത് സെപ്റ്റംബറിലാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിലത്തെ ഒരു റേഞ്ച്, നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേഞ്ച് അതിനകത്ത് കാണിക്കും. അതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഫ്ലൈറ്റിലും മറ്റ് സെർച്ച് എഞ്ചിനുകളിലൊക്കെ നമുക്ക് പ്രൈസിന്റെ അലേർട്ട് വരുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് ദുബായിലേക്കാണെന്ന് വിചാരിക്കുക. കൊച്ചി ടു ദുബായ് ആണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ബഡ്ജറ്റ് 10,000 രൂപയാണ്. ഇപ്പൊ എടുക്കുന്നത് 12,000 രൂപയ്ക്കാണ് ഫ്ലൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലാബ് ഫിക്സ് ചെയ്ത് 10,000 രൂപയ്ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ്, ഫ്ലൈറ്റിന്റെ പ്രൈസിന്റെ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഗൂഗിൾ ഫ്ലൈറ്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്രൈസിന്റെ അലർട്ട് നിങ്ങൾക്ക് വരാനുള്ള ആ ഒരു മെനുവിൽ
അല്ലെങ്കിൽ ആ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രൈസ് റേഞ്ച് അതിനകത്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴാണോ ആ പ്രൈസ് താഴ്ന്നു വരുന്നത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് അലർട്ട് ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്നതായിരിക്കും. മൂന്നാമതായിട്ടുള്ള ടിപ്പ് പറയാനുള്ളത് കമ്പയർ ആൻഡ് ബുക്ക് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ സ്കൈ സ്കാനർ ഉപയോഗിക്കുന്നുണ്ടാവും. ഈ ഒരു ഫ്ലൈറ്റിന്റെ ലിസ്റ്റ് വരുന്ന ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന നമുക്ക് പോകേണ്ട ലൊക്കേഷനൊക്കെ അനുസരിച്ച് നമുക്ക് ഫ്ലൈറ്റിന്റെ ലിസ്റ്റിംഗ് ഒക്കെ നമുക്ക് വരും. അതിനകത്ത് നമുക്ക് കുറഞ്ഞ ഫ്ലൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യും, നമ്മൾ ബുക്കിങ്ങിലേക്ക് പോകും. ആ ഒരു സമയത്ത് ആ ഒരു ആപ്ലിക്കേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ആ ഫ്ലൈറ്റിന്റെ ആ ഒരു എയർലൈനിന്റെ കറക്റ്റ് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യയുടെ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഫ്ലൈറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എയർ ഇന്ത്യ എന്ന് പറഞ്ഞ വിമാനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോകുമ്പോൾ പലപ്പോഴും അതിനകത്ത് പല ഓഫറുകളും വൗച്ചറുകളും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യക്ക് നമുക്ക് സോൾജിയേഴ്സിനോ അല്ലെങ്കിൽ 60+ ഏജ് ഉള്ള ആളുകൾക്കൊക്കെയോ അതല്ലെങ്കിൽ പല കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പല തരത്തിലുള്ള ഫ്ലൈറ്റിൽ ഡിസ്കൗണ്ടുകളും ഡയറക്റ്റ് ബുക്കിങ്ങിന് അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ആ ഫ്ലൈറ്റ് കൺഫേം ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ക്ലിയർ ട്രിപ്പിലോ മേക്ക് മൈ ട്രിപ്പിലോ ബുക്ക് മൈ ട്രിപ്പിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ആ ഫ്ലൈറ്റ് ചൂസ് ചെയ്തു, നിങ്ങൾക്ക് നല്ല ഫെയർ കിട്ടി, നിങ്ങൾ ബുക്ക് ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുൻപ് നിങ്ങൾ തീർച്ചയായും ആ ഒരു എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോകുക. ഒരു പക്ഷേ അതിനകത്ത് പലതരത്തിലുള്ള നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസ്കൗണ്ട് വൗച്ചറുകളോ അതല്ല ഡയറക്റ്റ് എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എമർജൻസി ഒക്കെ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു റേറ്റിൽ ഫ്ലൈറ്റ് കിട്ടി നമ്മൾ നേരെ കയറി അങ്ങ് ബുക്ക് ചെയ്ത് കൺഫർമേഷൻ നമ്മൾ എടുക്കുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലർക്കും ഒരു പണി കിട്ടുന്ന ഒരു ഏരിയ ആണ് ലഗേജ് എന്നുള്ളൊരു കേസ്. നമ്മൾക്ക് പലപ്പോഴും പല ഫ്ലൈറ്റുകളിലും ഹാൻഡ് ക്യാരി മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അതല്ല നിങ്ങൾ പലപ്പോഴും പല യാത്രകളും വരുമ്പോൾ നമുക്ക് അധികമായിട്ടുള്ള ലഗേജ് നമ്മളോടൊപ്പം കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രവാസികളെ നാട്ടിലേക്ക് വരുമ്പോഴോ തിരിച്ചങ്ങോട്ട് പോകുമ്പോഴോ അതല്ല നിങ്ങൾ ഏത് യൂറോപ്യൻ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകുമ്പോഴായിട്ട് നമുക്ക് ലഗേജ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും ചിലപ്പോൾ എയർലൈൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റുകളും ടിക്കറ്റിലെ അകത്ത് ബാഗേജിന്റെ കേസ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സിലോ അല്ലെങ്കിൽ ചെറിയ ടേംസ് ആൻഡ് കണ്ടീഷൻസിലോ ആയിരിക്കും മെൻഷൻ ചെയ്യാറ്. അപ്പൊ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹാൻഡ് ക്യാരി പ്ലസ് നിങ്ങൾക്ക് ലഗേജ് ഉണ്ടോ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക നിങ്ങളുടെ ട്രാവലിന്റെ ഇതനുസരിച്ച്. ഇനി ഹാൻഡ് ക്യാരി മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിലും ചില ബഡ്ജറ്റ് എയർലൈനുകളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അബുദാബിയിൽ നിന്ന് പറന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഒരു എയർലൈൻ കമ്പനി ഉണ്ട്. എയർലൈൻ കമ്പനി ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ആ കമ്പനിക്ക് അകത്ത് നമുക്ക് ലഗേജ് 0 ആണെങ്കിലും ഹാൻഡ് ക്യാരി അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് ഹാൻഡ് ക്യാരി നമുക്ക് എടുക്കാം. പക്ഷെ അതിനകത്ത് നമ്മുടെ ട്രോളി പോലുള്ള ആ മിനി ബാഗുകൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് ഷോൾഡറിൽ ഇടാവുന്ന ബാക്ക് പാക്കുകൾ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാവുന്ന ബാഗ്, സാധാരണ തുണി സഞ്ചി പോലുള്ള ബാഗുകൾ മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ കൊണ്ടുപോകുന്നത് ട്രോളി ടൈപ്പ് ബാഗ് ആണെങ്കിൽ ഈവൻ അത് ഹാൻഡ് ക്യാരിയുടെ സൈസ് ഉള്ളെങ്കിൽ പോലും അവർ അത് എയർലൈനിലേക്ക് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. അവർ അതിന് അധിക തുക ഈടാക്കുകയാണ് ചെയ്യുക. കാരണം അത് ഓൾറെഡി ബഡ്ജറ്റ് എയർലൈൻ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ലഗേജ് വെക്കുന്നത് അല്ലെങ്കിൽ ഹാൻഡ് ക്യാരി അതിന് മുകളിൽ വെക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക തുക അവർ ഈടാക്കുകയും ചില സമയങ്ങളിൽ അധിക തുക അടച്ചാൽ പോലും അങ്ങനത്തെയുള്ള ട്രോളി ബാഗുകൾ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നമ്മൾ അവിടെ ഡിസ്പോസ് ചെയ്ത് നമ്മൾ വേറെ ഏതെങ്കിലും അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ബാഗ് മേടിച്ച് നമ്മുടെ സാധനങ്ങൾ അതിലേക്ക് മാറ്റി ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലഗേജിന്റെ കേസും കൂടി നിങ്ങൾക്ക് ലഗേജ് ഹാൻഡ് ക്യാരി ആയിട്ട് അതല്ല നോർമൽ ലഗേജ് ആയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ട വെയിറ്റും അതിലുള്ള സൈസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇനി അഞ്ചാമത്തെയും ഫൈനലും ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് വെള്ളിയാഴ്ച അതല്ല എന്നുണ്ടെങ്കിൽ
ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് താരതമ്യേന കുറച്ച് കൂടുതലായിരിക്കും. അതായത് വീക്കെൻഡ് എന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ച് ഓട്ടോമാറ്റിക് ആയിട്ടും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇനി അതിന് പകരം ചൊവ്വ അല്ലെങ്കിൽ ബുധൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പാരിറ്റീവ്ലി കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ് ഇതാണ്. ചില സമയങ്ങളിൽ ഇതിനെ വിപരീതമായി വന്നേക്കാം. സോ നിങ്ങളുടെ ഡേറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൂടി കൺസിഡർ ചെയ്യുക. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എപ്പോഴും റിപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ പ്രോ ആയിട്ടുള്ള ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് പലപ്പോഴും പുച്ഛം തോന്നാൻ സാധ്യതയുണ്ട്. ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളും അല്ലാത്തവരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഒരാളിക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവും. സോ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ.